ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ചാനലിന് സിനിമ റിവ്യൂസും തിയേറ്റർ റിവ്യൂസും ഇടുന്നു. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് മാർച്ച് 19 ആട് 3 കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ആട് 3 പറ്റി പറയാനാണെങ്കിൽ വേറെ അറിയാമല്ലോ. അതായത് 2015 ആടെന്നുള്ളൊരു സിനിമ ഇറങ്ങി. അത് വൻ ബോക്സ് ഓഫിൽ വൻ പരാജയമായിരുന്നു. എന്നിട്ട് അത് ടി വിയിൽ OTT വന്നപ്പോൾ നല്ല ഫാൻ ബേസൊക്കെ വന്ന് 2017 അതിനൊരു സെക്കൻഡ് പാർട്ട് ഇറങ്ങി. അത് ബോക്സ് ഓഫീസിൽ ഉണ്ടാക്കിയ ഒരു ഓളം എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു. അപ്പോൾ അതിൻ്റെ മൂന്നാം പാർട്ടിൻ്റെ ആദ്യത്തെ പാർട്ട്, അതായത് ആട് 3 എന്നുള്ള മൂന്നാം പാർട്ടിൻ്റെ ആദ്യത്തെ പാർട്ട്. ആട് 3 എന്ന് പറയുമ്പോൾ 2 പാർട്ടായിട്ടാണ് ഇറക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് റൈറ്റ് പാർട്ട് 1 ആ മൂവിയാണ് നമ്മളിന്ന് കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമുക്കിനി ആസ് യൂഷ്വൽ ഏരിയസ് ഫ്ലെക്സ് തന്നെ. അപ്പോൾ ഈ ഏരിയസ് ഫ്ലെക്സ് സ്ഥിരം പറഞ്ഞ ഒരു കാര്യം പറയും. ഇപ്പോൾ ഏരിയസ് ഫ്ലെക്സിൽ ഞാൻ OD1 സീറ്റ് റേറ്റ് ഇപ്പോൾ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. പണ്ട് നമ്മൾ 160 സീറ്റ് ഇപ്പോൾ 180 ആക്കിയിട്ടുണ്ട് ഗൈസ്. അത് വല്ലാത്ത മോശമായിപ്പോയി ചെയ്തത്, വല്ലാത്ത വിഷമായിപ്പോയി, വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. അതൊക്കെ പോട്ടെ, നമുക്ക് എന്തായാലും നമുക്ക് സിനിമ ആസ്വദിക്കാം. അപ്പോൾ ഇത് ഈ മാർച്ച് 1 നമ്മുടെ ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങി. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഉറപ്പിച്ചു ഫസ്റ്റ് ഡേ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ ക്ലാഷ് റിലീസിലിരുന്ന സിനിമ ആണല്ലോ ദുരന്തർ. അപ്പോൾ ഇറങ്ങിയ സിനിമയല്ലോ ദുരന്തർ. അപ്പോൾ അതിന് ദുരന്തർ എന്നുള്ള പ്രീമിയർ ഷോ ഉണ്ടായിരുന്നു തലേദിവസം. ഏരിയസിലെ ഓൾ കേരള മൊത്തം പ്രീമിയർ ഷോ ഉണ്ടായിരുന്നു, ഓൾ ഇന്ത്യ മൊത്തം. അപ്പോൾ അതിന് കിട്ടിലും പോസിറ്റീവ് റെസ്പോൺസ്. അപ്പോൾ ഇതായിട്ട് പിടിച്ച് നിൽക്കുമെന്ന് പറഞ്ഞുകൂടാ. എന്തായാലും ആട് 3 ഒരു കേരളത്തിൽ പോസിറ്റീവ് റിവ്യൂസ് കിട്ടിയാൽ ഡെഫിനറ്റായിട്ടും ഇത് പിടിച്ച് നിൽക്കും. അപ്പോൾ എന്തായാലും നമുക്കിനി എന്താ പറയുക, ഇത് ഈ ആട് എന്തായാലും ഫസ്റ്റ് ഡേ ആട് 3 തന്നെ കാണുമെന്ന് ഞാൻ വിചാരിച്ചു. ദുരന്തർ കാണൂലെന്നല്ല, കാണാം. ആദ്യം നമ്മൾ മലയാളികളായതുകൊണ്ട് ആട് 3 തന്നെ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്കിനി സിനിമ കണ്ടിട്ട് അതിന് ഇൻ്റർവെല്ലായിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അങ്ങനെ കേസ് അവിടെ ഫസ്റ്റ് ഹാഫ് കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഫസ്റ്റ് ഹാഫ് വരെ കണ്ടപ്പോൾ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. അതായത് കുറ്റം പറയാനായിട്ടൊന്നുമില്ല, പക്ഷേ എക്സ്പെക്റ്റേഷൻ്റെ അത്ര എനിക്ക് ഫസ്റ്റ് ഹാഫ് എത്തിയിട്ടില്ല. പക്ഷേ ഈ ഓരോരുത്തരുടെ ഇൻട്രോ വേറെ ലെവൽ എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് സാത്താൻ സേവിയറിൻ്റെ, സർബത്ത് ഷമീർ, പ്രത്യേകിച്ച് നമ്മുടെ ഷാജി പാപ്പൻ്റെ എല്ലാവരുടെയും ഇൻട്രോ ഗംഭീരം എന്ന് തന്നെ പറയാം. കൂട്ടത്തിൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട സാത്താൻ സേവിയറിൻ്റെ ആയിരുന്നു. വേറെ ലെവൽ സാധനം. ഫ്രെയിം ക്യാമറ ഫ്രെയിം ആംഗിൾ എല്ലാം, സിനിമാറ്റോഗ്രാഫി എല്ലാം ഗംഭീരം എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ എന്താ പറയുക, ഇതിനകത്ത് കഥ പോലിങ്ങനെ 2 ടൈം പീരീഡ് നടക്കുന്ന കഥയാണല്ലോ. അതായത് 2 കാലഘട്ടത്തിൽ, അതായത് പാസ്റ്റും പ്രസൻറ്റും. ഈ പ്രസൻറ്റിലാണെങ്കിൽ ഒരു കാര്യത്തിനെ തേടി ഫൈറ്റ് ചെയ്യുന്നുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പാസ്റ്റിലും ഒരു പാസ്റ്റിലുള്ളൊരു കാര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. 2 ഒരേ കഥ തന്നെ, 2 ടൈം ലൈനിൽ കാണിക്കുന്നേ ഉള്ളൂ. അത് എന്ത് കാര്യം തേടുന്നു എന്നുള്ളത് ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ നിങ്ങൾ വിലയിരുത്തുക. കാരണം കൊള്ളാം, ആ ഒരു പുതിയ കോൺസെപ്റ്റ് കൊള്ളാം. ഈ ഒരു ടൈം ട്രാവലർ ആ ടൈപ്പിൻ്റെ ഒരു പുതിയൊരു കോൺസെപ്റ്റ് കൊള്ളാം എന്തായാലും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരുടെയും ഇൻട്രോ ഗംഭീരം എന്ന് തന്നെ പറയും. പ്രത്യേകിച്ച് നമ്മുടെ സാത്താൻ സേവിയറിൻ്റെ ഇൻട്രോ അത് വേറെ ലെവൽ സാധനം എന്ന് തന്നെ പറയാം. എല്ലാവരുടെയും ഇൻട്രോ കൊള്ളാം, പക്ഷേ കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സാത്താൻ സേവിയറിൻ്റെ ആണെന്നേ ഉള്ളൂ. പിന്നെ അതിനകത്ത് പറഞ്ഞല്ലോ, അതായത് പാസ്റ്റും പ്രസൻറ്റും കഥയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് നമ്മുടെ ഫസ്റ്റ് ഹാഫിലാണ് ഈ പാട്ട് വരുന്നത്. മറ്റേ സുൽത്താൻ എന്നുള്ള പാട്ട് ഫസ്റ്റ് ഹാഫിലാണ് വരുന്നത്. അപ്പോൾ അത് ആ ഒരു സംഭവങ്ങളൊക്കെ കൊള്ളായിരുന്നു. പിന്നെ പാട്ടിൻ്റെ പ്ലേസ്മെൻറ്റും കുഴപ്പമില്ല, ആ രീതിയിൽ നമുക്ക് ആസ്വദിച്ചാൽ ഇഷ്ടപ്പെടാനേ ഉള്ളൂ. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്റ്റും പ്രസൻറ്റും കാണിക്കുമ്പോൾ ഈ സ്ക്രീനിൻ്റെ റേഷ്യോ വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ പ്രസൻറ്റ് കാലഘട്ടം കാണിക്കുമ്പോൾ ഫുൾ സ്ക്രീനാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പാസ്റ്റ് കാണിക്കുമ്പോൾ നമ്മുടെ എമ്പുരാൻ്റെ ആ സ്ക്രീൻ റേഷ്യോ ഇല്ലേ, ആ ടൈപ്പിലാണ് പാസ്റ്റിൻ്റെ സ്ക്രീൻ റേഷ്യോ കാണിക്കുന്നത്. അത് എന്തായാലും കൊള്ളാം. പക്ഷേ ഫ്രെയിംസിനെ എടുത്ത് പറയുന്നത് ഗംഭീരം എന്ന് തന്നെ പറയാം. ഫസ്റ്റ് ഹാഫ് എനിക്ക് കോമഡിയൊക്കെ ഒരുവിധം കൊള്ളാം, പക്ഷേ അതിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഫ്രെയിംസ്, ആ സിനിമാറ്റോഗ്രാഫി, ആ ക്യാമറ ആംഗിളൊക്കെയാണ് എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഹാഫോട്ട് കണ്ടിട്ട് ബാക്കി എന്താണെന്നുള്ള കാര്യം പറയാം. അങ്ങനെ കേസ് പടം സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, എനിക്ക് കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഹാഫ് ആണെന്ന് എടുത്ത് പറയാം. എനിക്ക് സെക്കൻഡ് ഹാഫിലാണ് കുറച്ചും കൂടി ഒരു ബൂസ്റ്റ് ബംസ് കിട്ടിയ ഒരു മൊമെൻറ്റ്സ് ഒക്കെ ഉള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ഡ്യൂഡിൻ്റെ എൻട്രി, ഷാജി പാപ്പൻ്റെ ഓരോ മാസ് സംഭവങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിലാണ് ഉള്ളത്. ഫസ്റ്റ് ഹാഫിൽ ഇല്ലെന്നല്ല, സെക്കൻഡ് ഹാഫിലാണ് ഉള്ളത്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടെ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിലാണ് നമ്മുടെ ഈ ഒരു ടൈം ട്രാവലറിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് വരുന്നത്. ആ ഒരു പ്ലേസ്മെൻറ്റ് കൊള്ളാം, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അതൊന്ന് ബാക്കി നിങ്ങളൊക്കെ സിനിമ കണ്ടു തന്നെ ആസ്വദിക്കുക.
ഏകദേശം ഞാൻ കൂടുതലായിട്ട് നോക്കിയാൽ പറയാം, എനിക്ക് സെക്കൻഡ് പോലെ ഇത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് കൊള്ളൂലെന്നല്ല, ഒക്കെ ആസ്വദിക്കാനുള്ള രീതിയിലല്ല ഈ സിനിമയുണ്ട്. പക്ഷേ സെക്കൻഡിൻ്റെ അത്ര ഇത് വർക്കായോ എന്ന് ചോദിച്ചാൽ ഓക്കെ എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. കുഴപ്പമില്ല, സെക്കൻഡിൻ്റെ അത്ര ഒന്നും വന്നിട്ടില്ല, ഇത് അത്ര ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ ഇതൊരു നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. പ്രത്യേകിച്ച് എടുത്ത് പറയുന്നു സെക്കൻഡ് ഹാഫിലെ ഡ്യൂഡിൻ്റെ എൻട്രി, അതുപോലെ തന്നെ കുറേ രംഗങ്ങളൊക്കെ ചിരിച്ച് മറിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ചിരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സെക്കൻഡ് ആട് 2 പോലെ നമുക്ക് ഒരു എന്തുമാത്രം ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് കുറച്ച് ഡൗട്ടാണ്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു സിനിമ നല്ല കണ്ട് ആസ്വദിക്കാൻ പറ്റും. എന്തായാലും ബോറടിക്കില്ല. എന്തായാലും എനിക്ക് കുറച്ചും കൂടെ ബേസിക്കലി ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ഹാഫ് ആണെന്നുണ്ടെങ്കിൽ പറയാം. സെക്കൻഡ് ഹാഫിൽ ഞാൻ പറഞ്ഞില്ല, കുറച്ചും കൂടെ മാസ് സംഭവങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിലാണ് ഉള്ളത്. ഫസ്റ്റ് ഹാഫ് കൊള്ളുന്നല്ല, കുഴപ്പമില്ല ഫസ്റ്റ് ഹാഫ്. പക്ഷേ സെക്കൻഡ് ഹാഫിലാണ് കുറച്ചും കൂടെ നമുക്കൊരു ആസ്വദിക്കാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് നമ്മുടെ പടം ക്ലൈമാക്സോട്ട് അടുക്കുമ്പോൾ ഒരു ഡ്യൂഡിൻ്റെ ഒരു എൻട്രി ഉണ്ട്. അത് വേറെ ലെവൽ എന്ന് തന്നെ പറയാം. ആ ഒരു മൊമെൻ്റാണ് സെക്കൻഡ് ഹാഫിൽ പടം വേറെ ലെവലിലേക്ക് പോകുന്നത്. എന്നാലും സെക്കൻഡ് പോലെ നമുക്ക് എനിക്കങ്ങോട്ട് പറയുന്നത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എന്നാലും ഈ സിനിമയിൽ നമ്മൾ നോക്കുമ്പോൾ ഡ്യൂഡിൻ്റെ സെക്കൻഡിലെ എൻട്രി ഞാൻ പറയുന്നത്, അതായത് സെക്കൻഡ് ഹാഫ് തുടങ്ങി ഒരു 3/4 മണിക്കൂർ കുറച്ച് നേരം കഴിയുമ്പോൾ ഡ്യൂഡിൻ്റെ ഒരു മാസ് എൻട്രി ഉണ്ട്. മാസല്ല, ആ ഒരു രീതിയിൽ ഡ്യൂഡിൻ്റെ ഒരു എൻട്രി ഉണ്ട്. അത് വേറെ ലെവൽ തന്നെ പറയാം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ആ ഒരു പ്ലേസ്മെൻറ്റ് ഡ്യൂഡിനെ കൊണ്ടുപോകാൻ നമ്മൾ ഡ്യൂഡ് ആയിരിക്കും ഒന്ന് വിചാരിക്കത്ത പോലും ഇല്ല. പെട്ടെന്ന് ഡ്യൂഡിനെ കാണുമ്പോൾ നല്ല രസമായിട്ട് തോന്നും. അതെന്തായാലും നല്ല രീതി എടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു എനിക്ക് എന്തായാലും. പിന്നെ എനിക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ലോജിക്കില്ല എന്നുള്ള രീതിയിൽ കാണേണ്ട സിനിമയാണ്. പക്ഷേ എനിക്ക് ഇതിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് നമ്മുടെ ബബ്ബബ്ബ സിനിമയാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമ കൊള്ളൂലെന്നല്ല, പക്ഷേ എനിക്ക് ഇതിനേക്കാളും കുറച്ചും കൂടെ നല്ല എൻജോയ് ചെയ്തത് ഞാൻ ബബ്ബബ്ബയ്ക്കാണ്. എനിക്ക് പിന്നെ തോന്നുന്ന ഈ സിനിമയുടെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെയാണ് ദുരന്തർ ദ റിവഞ്ച് സെക്കൻഡ് പാർട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് പിടിച്ച് നിൽക്കുമോ എന്ന് ചോദിച്ചാൽ കുറച്ച് ഡൗട്ടാണ്. അതുകൊണ്ട് ഇത് ക്ലാഷ് റിലീസ് അല്ലാതെ സോളോ റിലീസ് ആയിരുന്നെങ്കിൽ ഇത് നല്ല രീതിയിൽ കളക്ട് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ആ രീതിയിൽ നമുക്ക് സെക്കൻഡ് പോലെ ചിലവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല, ഞാൻ വീണ്ടും പറയുന്നു. പക്ഷേ ഇത് ക്ലാഷ് റിലീസ് വന്നുകൊണ്ട് ഇനി എന്താവുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു വിധം നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു രീതിയിൽ ഒരു പടമാണെന്ന് എനിക്ക് തോന്നി. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ എനിക്ക് സംഭവമായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഞാൻ എടുത്തു പോയ സെക്കൻഡ് ഹാഫിൽ കുറേ ചിരിക്കാനും ഫസ്റ്റ് ഹാഫിൽ കുറേ ചിരിക്കാനൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഷാൻ റഹ്മാൻ്റെ അകത്ത് സുൽത്താൻ ആ മ്യൂസിക് അത് കൊള്ളായിരുന്നു. പക്ഷേ എനിക്ക് ഇതിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് നമ്മുടെ അഴിഞ്ഞാട്ടം, ബബ്ബബ്ബയിലെ അഴിഞ്ഞാട്ടം സോങ്ങാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഈ മറ്റേ പാട്ട് കൊള്ളില്ലെന്നല്ല, പക്ഷേ എനിക്ക് ഇതിനേക്കാളും ഇഷ്ടപ്പെട്ട അഴിഞ്ഞാട്ടം സോങ്ങാണെന്ന് ഞാൻ പറയുന്നു. പടം കുഴപ്പമില്ല, ഞാൻ പറയുന്നത് ഒരു 10 7 അല്ലെങ്കിൽ 6.7 കൊടുക്കുക. ആ റേഞ്ചിലുള്ള സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. അതായത് 10 കൊടുക്കായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. കുഴപ്പമില്ല. നമുക്കൊരു ഫെസ്റ്റിവൽ, ആ ഒരു ഫൺ റൈഡിൽ നമുക്ക് ആട് 3 ടൈറ്റിൽ കാർഡ് പറഞ്ഞ പോലെ ഫൺ റൈഡ് എന്നുള്ള രീതിയിൽ കാണാൻ പറ്റിയ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ സിനിമയിലും നോ ലോജിക്കാണ് കേട്ടോ. ലോജിക്കൊന്നും വെച്ച് കാണല്ലേ, ലോജിക്കൊന്നും ചില സമയത്ത് തോന്നിയാൽ കാണില്ല. ചില സീനിൽ കാണുമ്പോൾ ലോജിക്കൊക്കെ തോന്നി, ചിലപ്പോൾ നമുക്ക് തോന്നി ലോജിക്കില്ലേ എന്നൊക്കെ തോന്നും. പക്ഷേ പടം മൊത്തത്തിൽ പറഞ്ഞാൽ കുഴപ്പമില്ല. ഒരു 10 ഞാൻ പറഞ്ഞു 6 അല്ലെങ്കിൽ 7 കൊടുക്കാനുള്ള രീതിയിലൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, നമുക്ക് നല്ല ആസ്വദിച്ചിരുന്ന് കാണാൻ പറ്റും. അതായത് കുഴപ്പമൊക്കെ ഒരു ഫെസ്റ്റിവൽ നമുക്ക് ചിരിക്കാനൊക്കെ ഉണ്ട്, കുറേ ചിരിക്കാനുണ്ട് ഒക്കെ ഉണ്ട്. പക്ഷേ ആട് 2ൻ്റെ അത്ര ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഇതിനകത്തും കുറേ മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, നല്ല മാസ് മൊമെൻറ്റ്സും കുറേ കൈയടിക്കാനും വിസിലടിക്കാനുള്ള മൊമെൻറ്റ്സ് എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ പടം മൊത്തത്തിൽ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇത് ആട് 2 ആണോ, ആട് 2ൻ്റെ അത്ര ഇത് എത്തിയോ എന്നുള്ള രീതി നമുക്ക് തോന്നും. ഈ പടം ഫുള്ള് കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും. അപ്പോൾ എന്തായാലും ഞാൻ പടം സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അതായത് ആട് 3യുടെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. കാരണം ആട് 3യുടെ ക്ലൈമാക്സ് ഇതിൻ്റെ അവസാനമാണ് നമ്മുടെ ടൈം ട്രാവലിൻ്റെ കാര്യങ്ങൾ കാണിച്ച് നിർത്തിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ എന്തായാലും തുടക്കം നമുക്ക് എനിക്ക് എന്തായാലും വേണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ പടത്തിൻ്റെ എന്തായാലും സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അതായത് പടം കുഴപ്പമില്ല, പക്ഷെ എന്നാലും പടം സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഞാൻ വെയിറ്റിങ്ങിലാണ് എന്തായാലും. അപ്പോൾ നമുക്കിനി എന്താ പറയുക, നിങ്ങൾ കാണാത്തൊരാൾക്കാരാണെങ്കിൽ മാക്സിമം തിയേറ്റർ തന്നെ പോയിരുന്ന് കാണുക. ആ തിയേറ്റർ എക്സ്പീരിയൻസ് എന്തായാലും മിസ്സാക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വരുന്ന വീഡിയോസിലൊക്കെ തന്നെ ദൃശ്യം 3യുടെയും വാഴ 2ൻ്റെയും ദുരന്തറിൻ്റെയൊക്കെ റിവ്യൂ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.